ചെറുപ്പളശ്ശേരി നഗരസഭയിലെ കൗൺസിലർമാരായി സത്യപ്രതിജ്ഞ ചെയ്ത് ദമ്പതികളും നഗരസഭയിലെ 31, 32 വാർഡുകളിൽ നിന്ന് UDF സ്ഥാനാർത്ഥികളായി വിജയിച്ച പി സുബീഷും ഭാര്യ രശ്മിയുമാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇരുവരും മുൻപ് ഓരോ തവണ ഒരേ വാർഡിനെ പ്രതിനിധീകരിച്ച് കൗൺസിലറായവർ കൂടിയാണ്. ചെറുപ്പളശ്ശേരി നഗരസഭയായി ഉയർന്നതിനു ശേഷമുള്ള ആദ്യ കൗൺസിൽ അംഗമായിരുന്നു പി സുബീഷ്. തുടർന്ന് വന്ന തെരഞ്ഞെടുപ്പിലാണ് ഭാര്യ രശ്മി ഇതേ വാർഡിൽ നിന്നും മത്സരിച്ച് ജനപ്രതിനിധിയായത്. ഇത്തവണ ഇരുവരും ഒരുമിച്ച് ഒരേ കൗൺസിലിൽ എത്തിയതിന്റെ സന്തോഷത്തിലാണ്. 2015 ചെറുപ്പളശ്ശേരി നഗരസഭയായി മാറിയപ്പോൾ അതിലെ പ്രഥമ കൗൺസിലർ അംഗമായി പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ്. തുടർന്ന് 2020 തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അന്ന് വൈഫിനും പാർട്ടി അതിൽ അവസരം കൊടുത്തിരുന്നു. വീണ്ടും 2025 ഒരു മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അപ്രതീക്ഷിതമായി പാർട്ടി എനിക്കും വൈഫിനും മത്സരിക്കാനുള്ള ഒരു അവസരം തന്നു. ആ പ്രദേശത്തെ ജനങ്ങൾ ഞങ്ങളെ ഏറ്റെടുത്ത് ആ പ്രദേശത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്തം ഞങ്ങളെ ഏൽപ്പിച്ചത് വളരെയധികം സന്തോഷമുണ്ട്. എന്തായാലും പല മീഡിയകളും വാർത്ത ചെയ്തതുപോലെ ഇനി ആ പ്രദേശത്തെ വികസന കാര്യം ആ പ്രദേശത്തുള്ളവരെ എല്ലാം ഞങ്ങളുടെ ഒരു കുടുംബാംഗമായി ആ കുടുംബത്തോട് ഒപ്പം ചേർന്ന് നിന്ന് വരും ദിവസങ്ങളിൽ അവിടെയുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയും. അതിന് എല്ലാവരുടെയും പിന്തുണ വേണം. ഞങ്ങളെ തിരഞ്ഞെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൽ ചാരിച്ച നന്ദി അറിയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും കുടുംബകാര്യത്തേക്കാൾ പ്രധാനമായി ഞങ്ങളുടെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. എനിക്ക് 2020 പാർട്ടി ഒരു അവസരം തന്നു. 31-ാം വാർഡ് ചന്ദ്രത്ത് പറമ്പിൽ ഞാൻ അവിടെ ജയിച്ചു. അതിന് മുന്നേ സുബീഷ് ഏട്ടനായിരുന്നു അവിടെ കൗൺസിലറായിട്ടുണ്ടായിരുന്നത്. വനിതാ വാർഡായപ്പോൾ ഞാൻ അവിടെ മത്സരിച്ചു. തുടർന്ന് വീണ്ടും പാർട്ടി എനിക്കൊരു അവസരം തന്നു 32-ാം വാർഡ് വീട്ടിക്കാട്. കാരണം അതിനൊരു പ്രത്യേകത കൂടി ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരു അധ്യാപിക കൂടിയാണ്. അപ്പോൾ അവിടെ എൻ്റെ വിദ്യാലയം നിൽക്കുന്നത് ആ ഒരു വാർഡിലാണ്. അപ്പോൾ രക്ഷിതാക്കളുടെയും ടീച്ചേഴ്സിൻ്റെയും എല്ലാവരുടെയും നല്ല സഹകരണവും നല്ല പിന്തുണയും എനിക്കവിടെ കിട്ടിയിട്ടുണ്ട്. ആ പ്രദേശത്തെ കഴിഞ്ഞ കാലങ്ങളിലും ഞാനൊരു വാർഡിൻ്റെ അതിർത്തി വയ്ക്കുക. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അതിർത്തികളില്ല. വാർഡ് അതിർത്തികളൊക്കെ ഭരണ സംവിധാനങ്ങളും ഒക്കെ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് അതിർത്തികളൊക്കെ. പക്ഷേ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അതിർത്തികളൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യങ്ങളും അങ്ങനെ അതിർത്തി വയ്ക്കാതെ ആ പ്രദേശങ്ങളിൽ, അതായത് വീട്ടിക്കാട് മേഖലയിലെ ഏതൊരു വിഷയത്തിലും ജനങ്ങൾ ആവശ്യപ്പെടുമ്പോൾ ഇടപെടാൻ കഴിഞ്ഞിട്ട് തുടർന്നും അത് തീർച്ചയായിട്ടും ഉണ്ടാവും. യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം, ബ്ലോക്ക് തലങ്ങളിൽ ഭാരവാഹിത്വം വഹിച്ച നേതാവാണ് പി സുബീഷ്. 32-ാം വാർഡ് ചന്ദ്രോത്ത് പറമ്പിലെ സ്കൂളിൽ അധ്യാപികയാണ് ഭാര്യ രശ്മി.